ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി മുഹിയുദ്ദീൻ ശൈഖിനെ ഇവർ അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ കുറ്റിച്ചിറയിൽ ഇടിയങ്ങരയിൽ ഇതേ സ്ഥലത്താണ് അദ്ദേഹം പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തീരെ ആളില്ലായിരുന്നു, പണ്ട് കുറച്ചും കൂടി ആളെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇവരെ അവസ്ഥ. എന്നാൽ പിന്നെ പറയാൻ പാടുണ്ടോ? അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൗസുൽ ആലമിനെ പരിചയപ്പെടുത്തുകയാണ്. എന്താ പരിചയപ്പെടുത്തുന്നത്? ദർസൊക്കെ നടത്തി നല്ല ഇൽമൊക്കെ പഠിച്ചത് കൊണ്ടാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തെത്തിയത് എന്നാണ്. അപ്പോൾ ഇൽമ എന്താന്ന് ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയുണ്ടല്ലോ. അതുകൊണ്ട് കുറ്റിച്ചിറയിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് ചെല്ലാം. ഒന്ന് വെച്ചു കൊടുക്കും. ദീനിനെ സജീവമാക്കിയ ആള് എന്ന അപരനാമം മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചു. അതിന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അത് ലഭിച്ചു? അവിടുന്ന് ആദ്യം തന്നെ ചെയ്ത സംഗതി എന്താണ്? ഇൽമു പഠിക്കാൻ പോയി. ഇൽമില്ലാതെ ഒരാൾക്ക് ഉന്നത സ്ഥാനത്തെത്താൻ കഴിയില്ല. മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നന്നായി ഇൽമു പഠിച്ചു, വലിയ ആലിമായി. അങ്ങനെ ബഖിയാത്തിൽ പോയി ബിരുദമെടുത്തു. തിരിച്ചു വന്ന് ഒരുപാട് കാലം ദർസ് നടത്തി. വലിയ ആലിമായിട്ടാണ് സിഎം വലിയുള്ള വലിയ മഖാമിലേക്ക് ഉയരുന്നത്. സുഹൃത്തുക്കളെ, ഒരു വിവരമില്ലാതെ ഓരോരുത്തൻ വന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തെല്ലാമോ പറഞ്ഞു നടക്കുന്നു. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ആദ്യം വേണ്ടത് ഇൽമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ അത് പറഞ്ഞു, തഫഖ്, നീ ആദ്യം പഠിച്ച് മനസ്സിലാക്കടോ, ഇൽമു പഠിക്കടോ. അപ്പോൾ ഗൗസുൽ ആലമിന് മുഹീദ്ദീൻ എന്ന് പേര് കിട്ടിയതും കുത്തുബായതും കുത്തുബുൽ അഖ്താബായതും എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചില്ലല്ലോ? ആള് പറഞ്ഞെന്ന്. കിട്ടിയ ഇൽമാണ്. ഇപ്പോൾ എന്താണ് പറഞ്ഞേ? മുഹീദ്ദീൻ ശൈഖ് ഓതാൻ പോയി, ദർസിൽ പഠിച്ചു, മുദർരിസായി, അതുകൊണ്ട് വലിയ സ്ഥാനത്തെത്തി. നമുക്ക് മാലൊന്ന് എല്ലിയൊക്കെ അതിന്റെ ഫസ്റ്റ് തന്നെ കാണാം. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ, സയ്യിദവർ തായും ബാവയും ആണോവർ. പിന്നത്തെ വരി എന്താ? ബാബാമുദുവീന്ന് കുത്തുബായി വന്നോവർ, ബാനം ആദളിയിലും കേളി നിറഞ്ഞോവർ. ഈടിയങ്ങരയിൽ അയാളെ വാതിന് കൊണ്ടുവന്ന സാധുക്കളായ പ്രവർത്തകരെ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ മുഹീദ്ദീൻ ശൈഖ് ഉപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ കുത്തുബാണ് കേട്ടോ. ബാബാ മുദൂവിന്ന് കുത്തുബായി വന്നോവർ. AP സമസ്തക്കാരെ, ഈ വരി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? എന്റെ ചോദ്യമാണ്. ബാബാ മുദൂവി എന്നാണ് എന്തതിന്റെ അർത്ഥം? ഉമ്മയുടെ ഗർഭാശയത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കുത്തുബാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. വാപ്പന്റെ മുതുകുന്ന് ഏത് ദർസിലാ പേരോട് മൗലവി ഗൗസുൽ ആലം പോയത്? ഏത് ദർസിലാ പോയത്? അതൊന്ന് കുത്തുബായിട്ടില്ലേ? എവിടുന്നാ വില എഴുന്നേറ്റ് വെക്കണ്? നീ ഗൗസുൽ ആലം കുത്തുബാക്കി കൊടുക്കുന്നത് കാണട്ടാ. ഇങ്ങനെ വായിച്ചോ നോക്കിയാ കാണാം. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നോവർ, അഫ്ള് കുലം ഫുക്കെ പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ച് വച്ചോവർ. ചോദ്യം 2. അവരൊരു വസ്തുവിനെ നന്നായി നോക്കിയാൽ അപ്പോൾ വേണ്ട രൂപത്തിലാക്കും. പുതിയ ഇസ്ലാം അഥവാ മുസ്ലിം അല്ലാത്ത ഒരാൾ, ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ജൂതൻ, ആ ജൂതനായ ആളെ ഒറ്റ നോട്ടം കൊണ്ട് ഗൗസുൽ ആലം തങ്ങൾ അബ്ദാലാക്കി. അബ്ദാൽ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ ഉന്നത പദവിയിലുള്ള മഹാരഥന്മാർ.
ഈ ഒറ്റ സെക്കൻഡ് കൊണ്ടാക്കുമ്പോൾ പേരോട് മൗലവി ഈ ആൾ ഏടെ പോയിട്ടാ മദ്രസ പോവുക, എവിടുന്നാ ദർസ് പോവുക, എവിടുന്നാ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ബാലപാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ദർസിൽ പഠിച്ചത് കൊണ്ടാണത്രേ മുഹിയുദ്ദീൻ എന്ന പേര് വന്നത്. മുഹിയുദ്ദീൻ എന്ന പേരാണെങ്കിലോ ദീന് കൊടുത്തതാണ്. ഞാൻ നേരത്തെ പാടി തന്നില്ലേ, മൂലം മുടയവൻ ഏകല്ലരുളാലെ മുഹിയുദ്ദീൻ എന്ന പേർ ദീൻ താൻ കൊടുത്തോവർ. ദീന് കൊടുത്തതാ. ഒരു മുസ്ലിയാരാക്കാനുള്ള ശ്രമം നോക്ക് നിങ്ങൾ. കഴിഞ്ഞില്ലട്ടോ. ഇനി അയാള് പിന്നെ ഞാൻ പറഞ്ഞ അതിൻ്റെ മറുപടിയൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. ഒന്നുകൂടി അയാൾക്ക് അവസരം കൊടുക്കും. ഒരു പൊട്ടത്തരം കൂടി പറയുന്നുണ്ട്, കേൾക്കാം. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്നേകൽ കേട്ടാരേ ഇരുന്നോവർ. അതേ 25 കൊല്ലത്തോളം ചുറ്റിക്കറങ്ങുകയാണ്. എന്തിനാണ് കറങ്ങിയത്? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതേ ആലിമീങ്ങളെ കാണാനാണ്, പണ്ഡിതൻ. അന്നത്തെ പേരോടിനെ കാണാനാണ് ഔസുല്ലാദം കറങ്ങിയത് എന്നാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നവർ, ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ. ഈ കോഴിക്കോട്ട് വന്നിട്ട് തന്നെ വേണോ ഈ മറിമായം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഔസുല്ലാദം നിങ്ങൾ ദർസ് പഠിച്ച ദർസൊക്കെ അവിടെ നിർത്തിവെച്ച് അവിടുത്തെ ഷെയ്ഖിൻ്റെ കൂടെ പോയി. പിന്നെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് സിയാഹത്തിൻ്റെ കാലം, അവരെ ഷെയ്ഖിൻ്റെ നിർദ്ദേശത്തിൽ ഇങ്ങനെ കറങ്ങാണ്. ഷെയ്ഖ് നിർദ്ദേശിക്കുന്നു, അവിടെ പോകുന്നു. ഇപ്പം വിചാരിച്ച അവിടെ മുഷാവറ മെമ്പറെ കാണാൻ പോവുന്നതാണ്. ഔലിയാക്കളെ കുറിച്ചുള്ള ഇവരുടെ അറിവിൻ്റെ പരിമിതി നോക്കൂ നിങ്ങൾ. 25 ആണ്ടോളം കാണണ കുറ്റ്യാടിക്ക് ബസ് കയറിയ പോരെ, വ്യാജ ആലിം അവിടെ അല്ലേ? കഴിഞ്ഞില്ലട്ടോ. ഇനി ഇവലെ ഒരു കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. അതാ നമ്മളാ പോരീശയിൽ പറഞ്ഞ അതേ കാര്യം ഒക്കെ ഇയാളുണ്ടാക്കിയതാന്ന് മനസ്സിലായി. പോരീശ പറഞ്ഞൊരു സാധനം വില ഇറക്കിയെന്നല്ലോ. ആ പോരീശയിൽ അത് ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇൽമിലുള്ള മൂപ്പരെ ഔസുല്ലാദമിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത സ്ഥാനത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സംഭവം മാത്രം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ ഇൽമിൽ വലിയ സ്ഥാനം നേടി, വലിയ ആലിമായി, ഒരുപാട് ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച് അങ്ങനെ ഹദീസ് പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഫിഖ് പഠിച്ചു, അതുപോലെ തന്നെ തസവ്വുഫ് പഠിച്ചു. എല്ലാം വലിയ വലിയ ബഹർ പോലത്തെ ആലിമീങ്ങൾ ഓതി പഠിച്ച് വലിയ പണ്ഡിതൻ മഹാനവറുകൾ പ്രവർത്തിച്ചപ്പോൾ ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു തആല മഹാനവറുകളെ അവരോധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ എന്താ അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചെയ്യുക? ദർസ് നടത്തി ഒക്കെ ഇയാളായി അവതരിപ്പിക്കുകയാണ്. കാരണം ഇയാൾക്കതാകണം. ദർസ് നടത്തി, വലിയ മുദർരിസായി, ഇതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. SSF കേരള എന്ന് പറഞ്ഞാൽ ഇതേപോലെ കാണാം. തഫ്സീർ, ഹദീസ്, കർമ്മശാസ്ത്രം, അറബി വ്യാകരണം, നിദാന ശാസ്ത്രം തുടങ്ങി 13 വിജ്ഞാന ശാഖകളിൽ ഷെയ്ഖ് ജീലാനി ദർസ് നടത്താറുണ്ടായിരുന്നു. അതൊക്കെ ഈ ചങ്ങാതി പറയുന്നുണ്ട്. ഇയാൾ പറയുന്നത് തന്നെ SSF പിന്നെ ഇയാൾ അമീറാണല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് ദർസ് നടത്തി, വലിയ ഇൽമു പഠിച്ചു. അൽമിനുണ്ടാവും അവിടെ. അതിൻ്റെ കഥ ഒന്ന് തീരാൻ പോവുകയാണ്. നിങ്ങൾ ആ പറഞ്ഞ ഇൽമുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടോ അതിൻ്റെ ABCD മനസ്സിലായിട്ടുള്ളത്? അൽ മിനനുൽ കുബ്ര. അതന്നെ. ഇത് മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ ലത്വായിഫുൽ മിനനി വൽ അഖ്ലാഖ് ഫി വുജൂബി തഹദ്ദുസി അനിൽ ബിനിഅമത്തില്ലാഹി അലൽ ഇത്ലാഖ്, മിനനുൽ കുബ്ര എന്ന ഗ്രന്ഥം. ഇതിലിങ്ങനെ കാണാം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ കുറിച്ച് പറയാണ്. അന്നഹു ലമ്മാ ദഖല ത്വരീഖ ബഅദ സിയാഹ. നിങ്ങൾ പറഞ്ഞത് ഗൗസുല്ലാദം റളിയല്ലാഹു അൻഹു ദർസ് നടത്തി, വലിയ കിതാബുകൾ പാഠമാക്കി,
അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് എന്നല്ലേ ഗൗസുൽ ആലമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് പറയുന്നു. ഗൗസുൽ ആലം തങ്ങൾ ആദ്യൊരു കാലം ഉണ്ടായിരുന്നു, ഈ ദർസൊക്കെ നടത്തിയ കാലം. അങ്ങനെ ആ കാലത്തിന് ശേഷം അവര് സിയാഹത്തിലേക്ക് കടക്കുകയാണ്. സിയാഹത്തും പൂർത്തിയായപ്പോൾ എന്താ ഉണ്ടായത് കേട്ടോ? തറക തദ്രീസൽ ഇൽമി ളാഹിരി കുല്ലഹു. നിങ്ങള് വീർപ്പിച്ച ബലൂൺ മുഴുവനും ഷഹറാനിമാം ഒരൊറ്റ കുത്ത മുഴുവൻ പൊട്ടി അങ്ങ് പോയി. എന്താ പറഞ്ഞേ? ഈ വഴിയിലേക്ക് അവർ കടന്നപ്പോൾ തറക ഗൗസുൽ ആലം തങ്ങൾ ഒഴിവാക്കി തദ്രീസൽ ഇൽമി ളാഹിർ, പ്രത്യക്ഷത്തിലുള്ള കിതാബ് പഠിക്കലും പഠിപ്പിക്കലും ഒഴിവാക്കി. കുല്ലഹു, മുഴുവനും, ഒന്നുപോലുമില്ല, മുഴുവനും ഒഴിവാക്കി. എന്നിട്ടോ അന്നത്തെ മൊയ്ലിയമാരും ഗൗസുൽ ആലം തങ്ങൾ ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടായി. അന്നത്തെ വ്യാജ ആലിമീങ്ങൾക്കൊക്കെ പ്രശ്നം തുടങ്ങി ശൈഖ് അവറുകളോട്. അവങ്ങൾ പറഞ്ഞു മൊത്തത്തിൽ ബാത്തിലാണ്. കാരണം ദർസ് നടത്തിയ കാലുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത് ഒഴിവാക്കി എന്നാ പറയുന്നത്. ഏതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ, മഹാനായ ഞങ്ങളുടെ ശൈഖുന ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ശൈഖുനെ കുറിച്ച് നിങ്ങൾ എന്താണോ പറഞ്ഞേ? ബാത്തിയാത്തിൽ പോയി ബിരുദമെടുത്ത് ആ ബിരുദം അങ്ങനെ വലിയ ദർസൊക്കെ നടത്തിയത് കൊണ്ട് വലിയ സ്ഥാനം കിട്ടി. നിങ്ങൾക്ക് ശൈഖുനയുടെ ഒരു ചരിത്രവും പഠിച്ചിട്ടില്ല നിങ്ങൾ. അതാണല്ലോ കുറ്റ്യാടിയിൽ ആണ്ട് നടത്തിയപ്പോൾ ദർസ് പഠിച്ചു, ദർസ് നടത്തിയെന്ന് വരെ വായിച്ചു. അവിടുന്ന് അങ്ങോട്ട് വായിക്കാൻ ധൈര്യമില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ദർസ് അവിടെ നിർത്തി. ആ ദർസ് നിർത്തിയിട്ട് നേരെ ഫുലി മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്. ആരാ ഫുലി മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു അൻഹു? ഒരു കിതാബും ഓതിയിട്ടില്ല. തെളിയിക്കാൻ കഴിയോ നിങ്ങൾക്ക്? കോഴിക്കോട്ട് ജീവിച്ചവരല്ലേ അവര്. ഏത് ദർസിലാ പോയത്? എവിടെയാ പഠിച്ചത്? പറയ് നിങ്ങള്. അവരുടെ നിർദ്ദേശത്തിലാണ് പിന്നെ മഹാന്റെ ജീവിതം. ഞാൻ പറഞ്ഞത് കൃത്യമാണ് സഹോദരങ്ങളെ. ഇൽമ് എന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലായില്ല. കേവലം ഭാഷാ പഠനമാണ് ഇൽമെന്നാ മനസ്സിലാക്കിയത് ഇവർ. ചില അറബിയുടെ ഗ്രാമറും ചൊറിഞ്ഞുമാന്തി സഞ്ചാനും ഓതിയാൽ അതാണ് നാഫിയായ ഇൽമെന്ന് മനസ്സിലാക്കിയവർ വലിയ അബദ്ധത്തിൽ പെട്ടുപോയി. ഗൗസുൽ ആലമിന് വലിയ സ്ഥാനം കിട്ടിയത് കിതാബ് ദർസ് നടത്തിയിട്ടാണെങ്കിൽ ആ പണി ഗൗസുൽ ആലം നിർത്തിവെച്ചു എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ എഴുതുന്നുണ്ട്. ഇൽമ് അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കാൻ യഥാർത്ഥ ഇൽമ് അല്ലാഹുവിന്റെ അടുക്കലുള്ളത്. യഥാർത്ഥത്തിൽ ആലിം അല്ലാഹുവാണ്. ആ അല്ലാഹയിൽ നിന്ന് ഇൽമ് കിട്ടുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ആലിമീങ്ങൾ. അല്ലാഹുവിൽ നിന്ന് തന്നെ ഇൽമ് നേരിട്ട് കിട്ടും. അതാണ് യഥാർത്ഥ ആലിമീങ്ങൾ. എന്നാൽ ആ കിട്ടിയ ഇൽമുകൾ കിതാബിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നവർ പ്രത്യക്ഷത്തിൽ ദീന് ഏൽപ്പിച്ചതനുസരിച്ച് പറയുന്ന ആലിമീങ്ങൾ, അവർക്ക് മഹത്തുണ്ട്. നമ്മൾക്ക് മഹത്തല്ല എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞേ. നമ്മൾ ഇ കെ ഉസ്താദിന്റെ മഹത്വല്ലേ പറഞ്ഞേ? ഈ കിതാബൊക്കെ ഓതി അത് ഓതിക്കൊടുത്ത് ഇ കെ ഉസ്താദിന് വലിയ മഹത്വമുണ്ടെന്ന് മശായിഖ് തന്നെ പറഞ്ഞതാണ്. ആ 3 സ്റ്റെപ്പിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൽമ്. അത് ഔലിയാക്കന്മാരുടെ മുഖറബീങ്ങളായ മശായിഖുമാരുടെ ഇൽമാണ്. ആ ഇൽമാണ് ഈ പറഞ്ഞ ഇൽമ്. പിന്നെ സാധാരണ നമ്മൾ കിതാബ് എന്നൊക്കെ പഠിക്കുന്ന ഇൽമ്, ആ ഇൽമ് നാഫി ആയാൽ ആ ആൾക്കത് ഉപകാരം ചെയ്യും. നാഫി ആയാൽ എങ്ങനെ? ആ കാലഘട്ടത്തിലെ മശായിഖുമായി ബന്ധപ്പെട്ട് ഹിക്മത്തോടെ ഇൽമിനെ കൈകാര്യം ചെയ്താൽ അതിന് മഹത്വമുണ്ട്. അത് ഇൽമുൻ നഹ്വ് പഠിക്കും, അതിന് മഹത്തുണ്ട്. സഞ്ചാൻ ഓതുമ്പോൾ അതിന് മഹത്തുണ്ട്. കിതാബുകൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ ആ ഓതുന്ന ആലിം അല്ലെങ്കിൽ ഓതിപ്പടിച്ച ആലിം
ആ കാലഘട്ടത്തിലെ മശായിഖുമായി ബന്ധപ്പെട്ട് ഇൽമു നാഫിയാക്കുന്ന പണിയിൽ ഏർപ്പെടണം. ഇതാണ് അള്ളാന്റെ അടുത്ത് നിന്നുള്ള ഇൽമു എന്ന് മനസ്സിലാക്കരുത്. അത് രണ്ടും രണ്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഇൽമു പഠിച്ചു പക്ഷേ ഒരു മശായിഖിന്റെയും ഒരു ഔലിയയുടെയും സമീപത്ത് എത്തിപ്പെട്ടില്ല. വൈറനാഫിയായ ഇൽമാണത്. കുറെ വിവരങ്ങളുണ്ട്, പക്ഷേ ആ വിവരം അയാൾക്കെതിരിൽ വരും. ആ വിവരം അയാൾക്കെതിരെ നാളെ സാക്ഷി നിൽക്കും. അതാണ് സഹോദരങ്ങളെ അവസ്ഥ. ഈ പറഞ്ഞ വ്യാജ ഉലമാഇന്റെ ഇൽമു ആ ഗണത്തിലാണ്. ഔലിയാക്കന്മാരെ ഇൽമു ഏതാണെന്ന് മനസ്സിലാക്കാൻ ഖുർആൻ ഓതി നോക്കിയാൽ മതി. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. ഖിദ്ർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മൾ നേരിട്ട് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ലദുന്നിയായ ഇൽമു. ആ ഇൽമു ദർസിൽ നിന്ന് കിട്ടുകയില്ല. ആ ഇൽമാണ് ഔലിയാക്കളുടെ സമീപത്തുള്ള ഇൽമു. ആ ഇൽമിനെ കവച്ചു വെക്കാൻ കഴിയില്ല. ഇനി ഏതാണ് ആ ഇൽമെന്ന് ഞാൻ പറഞ്ഞുതരാ. മാല തന്നെ പാടി നോക്കിയാൽ മതി. മാലയിലുണ്ടല്ലോ അതിൻ്റെ എല്ലാം ഉത്തരം. മഹാനരായ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ എല്ലാം ഉത്തരം എഴുതി വച്ചിട്ടില്ലേ സഹോദരങ്ങളെ? 70 വാതിൽ തുറന്ന നിനക്കല്ല, ആരും അറിയാത്ത ഇൽമാൽ അതെന്നോവർ. ഓരോരോ വാതിലിൻ വീതി അതോരോന്ന്, ആകാശം ഭൂമിയും ഫോല്ലതെന്നോവർ. പേരോട് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ. ഔലിയാക്കൾ ഉയർന്നുയർന്നു പോയി എന്ന് പറയുന്ന ഇൽമ് നീ ആ പറഞ്ഞ ഇൽമല്ല. പിന്നെയോ ആദാ പറഞ്ഞില്ല, നിങ്ങൾ 70 വാതിൽ തുറന്ന നിനക്കല്ല. ലദുന്നിയായ ഇൽമ് 70 വാതിലുകൾ എനിക്കല്ല തുറന്നു തന്നു. ആരും അറിയാത്ത ഇൽമല്ലതെന്നോവർ. ആ ഇൽമ് ഡയറക്റ്റ് കിട്ടുന്ന ഇൽമാണ്. 70 വാതിൽ തുറന്നപ്പോ ആ വാതിലിന്റെ പവർ എന്താ? അതാ ഓരോരോ വാതിലിൻ വീതിയാതോരോന്ന്, ആകാശം ഭൂമിയും ഫോലാതെന്നോവർ. ഒരു വാതിലിന് തന്നെ 70 ഇൽമിന്റെ വാതിൽ തുറന്നു തന്നു. ഒരു വാതിൽ തന്നെ ആകാശവും ഭൂമിയും പോലെ വിശാലമാണ്. അപ്പൊ ഇൽമിന്റെ ഐന് പോലും പറയാൻ ഞങ്ങൾക്ക് എന്താ അവകാശം? എന്നിട്ടോ പഠിച്ച ഇൽമോ ഒന്ന് പാടി നോക്ക് ചങ്ങായി. ഇതൊക്കെ പറഞ്ഞെന്നില്ലേ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത്? 4 കിതാബേയും മറ്റുള്ള സുഹുഫേയും നായന്നാരുളാലേ ഓതി ഉണർന്നോവർ. 4 കിതാബും ദർസ്. ഏത് കിതാബ്? ഖുർആൻ മാത്രമല്ല, തൗറാത്തുണ്ടതില്, ഇഞ്ചീലുണ്ടതില്, സബൂറുണ്ടതില്, ഓരോ നബിമാർക്ക് നൽകപ്പെട്ട സുഹുഫുകളുണ്ട്. വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ മുഴുവൻ കോളേജുകളും കൂട്ടിയിട്ട് ഈ 4 കിതാബും ഈ ഏടുകളും ഒന്ന് ദർസ് നടത്തിയിട്ട് കാണിക്കാൻ AP സമസ്തയെ വിളിക്കുകയാണ്. കുറ്റിയാടി നടത്താൻ കഴിയത് ഏതാ ഇൽമു എന്ന് പോലും മനസ്സിലായില്ല. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പഠിച്ചതാ തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനുമെല്ലാം. അതൊക്കെ അതിന്റെ ചെറിയ ഭാഗങ്ങളാണ്. അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന ഇൽമുകൾ അതല്ലേ കണ്ടില്ല? അതിൽ ഇർഷാദു ത്വാലിബീൻ മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ പേര് തന്നെ ഇർഷാദു ത്വാലിബീൻ ഇലാ മറാത്തിബിൽ ഉലമാഇൽ ആമിലീൻ. ദേടിയില്ലെങ്കിൽ ഞങ്ങളൊന്ന് തരാം. നേർക്ക് നേരെ അത് തരുമൊന്നുമില്ല, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ തരാം. എന്നിട്ട് ഈ വലിയ ആലിമാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കല്ലേ, ഇതൊന്ന് വായിച്ചു നോക്കുക. ഔലിയാക്കൾക്ക് ക്ലാസ് എടുക്കാൻ പോണ്ട. എന്നിട്ട് പറയാ ഒരു വിവരമില്ലാതെ വിളിച്ചു പറയാണ് പലതും. വിവരമില്ലാതെയാണ് വിളിച്ചു പറയുന്നത്. ഒന്നിരുന്ന് മാറ്റി നോക്കാൻ AP സമസ്തക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. എന്താ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ഇതിന്റെ 119-ാമത്തെ പേജ്. ഇൽമിലേക്കാണ് കടന്ന നിങ്ങളെ കഥ തീരൂല ചങ്ങാതിമാരെ. നിങ്ങൾക്ക് എന്ത് ഇൽമാള്?
ഇൽമ് ആരടുത്തുള്ളത്? അത് അള്ളാന്റെ ആൾക്കാരടുത്തല്ലേ. കണ്ടോ നിങ്ങൾ ഇതിൽ ഒറ്റ വാക്ക് സുമ്മഅലം. ഓരോ ഏപ്പിക്കാരനും അറിഞ്ഞോ? എന്താ അറിയേണ്ടത്? അന്ന ജമീഅ മാ ബിഐദി ജമീഉൽ ഉലമാ മിനൻ നുഖൂൽ. കിതാബ് പഠിച്ച മുഴുവൻ ആലിമീങ്ങളെയും കൊണ്ടുവാ, അവരെ കയ്യിലുള്ള എല്ലാ ഇൽമുകളും എടുക്ക്. ഫീ ജമീഉൽ ഉലൂം, എല്ലാ വിജ്ഞാന ശാഖയും എടുക്ക്. അപ്പൊ ഇന്ന് ലോകത്തുള്ള എല്ലാരും എടുത്തോ. 40 ആക്കണ്ട, 4 ലക്ഷം ആക്കണ്ട, 4 കോടി ആലിമീങ്ങളോ, എത്ര കോടി അത്ര കോടി എടുത്തു കൊണ്ടുവാ. കിതാബ് കൊണ്ടുവാ, എല്ലാരും കൊണ്ടുവാ. എന്നാൽ അവരെല്ലാരും കൂടിയാലും ലാ യജീഉ, അവരെ ഇൽമു വരില്ല. നുഖ്ത ഫീ ബഹരി ഇൽമിൽ ഔലിയാ, ഔലിയാക്കളാകുന്ന ഒരു മഹാന്റെ ഇൽമെടുക്കുക. ഒരു മഹാൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാൻ, ആ മഹാന്റെ ഇൽമിൽ നിന്ന്, വലിയ സമുദ്രമാകുന്ന ഇൽമിൽ നിന്ന് ഒരു നുഖ്ത, ഒരു പുള്ളി, ഒരു ചെറിയ പുള്ളി എടുക്കുക. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു പുള്ളി എടുത്താൽ, ഒരു തുള്ളി എടുത്താൽ, ആ തുള്ളിയോട് പോലും സമാനമാകാൻ ലോകത്ത് കിതാബ് പഠിച്ച ഉലമാ മുഴുവനും വന്നാലും സാധ്യമല്ലെന്ന് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി. ഈ അഹങ്കാരമൊക്കെ എന്നാ അവസാനിപ്പിക്കുക? എന്നിട്ട് മൂപ്പരിങ്ങനെ എണ്ണിത്തരുന്നുണ്ട് 13 വിഭാഗ ഇൽമോ. അതൊരു സാമ്പിളിന് പറഞ്ഞാ എങ്ങായി? ഔലിയാക്കളെ ഇൽമുതിൽ എണ്ണീറ്റ് മൂപ്പര് 500-ലേറെ വിജ്ഞാന ശാഖകൾ എണ്ണി. അതായത് ഫിഖ്ഹ്, അഖായിദ് എന്നൊക്കെ നമ്മൾ പറയൂലേ, ഇൽമുൽ കലാം, ഇൽമുൽ നഹ്വ്, ഇതൊക്കെ ഒരു വിജ്ഞാന ശാഖയാണ്. ഇൽമുൽ ഫിഖ്ഹ് അതിൽ തന്നെ ഒരുപാടുണ്ടാവുമല്ലോ. ഇതുപോലെ മൂപ്പരിങ്ങനെ പറയാ, ഔലിയാക്കൾക്ക് ഖാസായി കിട്ടുന്ന ഇൽമുകളുണ്ട്. എണ്ണി 500 എത്തി. അപ്പൊ ഷെഹറാനി ഇമാം പറഞ്ഞു, ഇനിയും കിതാബ് നിറഞ്ഞു പോകും, ഞാൻ സാമ്പിളിന് പറഞ്ഞതാണ്. കാരണം ഒരു വാതിൽ തന്നെ ആകാശം ഭൂമിയും ഫുള്ളല്ലേ. ഇൽമുൽ ഇസ്തിനാദ്, മൗലവി പേരോട് കേട്ടിട്ടുണ്ടോ? ഇൽമുൽ ഇസ്തിനാദ്, വലിയ അഹങ്കാരിയായി നടക്കുക, അപ്പോഴും വല്ലവും പഠിച്ചിട്ടുണ്ട് എന്നും വിചാരിച്ച്. ഇൽമു അസ്റാർ റൂഹാനിയാത്ത്, ആ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതൊരു വിജ്ഞാന ശാഖയാണ്. ഏത് ശാഖ? ഇനി നാളെ പോയിട്ട് ദർശത്താൻ നിൽക്കണ്ട. മിൻ ഉലൂമിൽ ഔലിയാഇൽ ഖാസ്സതി ബിഹിം, ഇത് നേരെ അല്ലാഹു കൊടുക്കുന്നതാണ്, വേറെ ആർക്കും കിട്ടൂലത്. ഇൽമുൻ നൂരി വല്ലിയാ, ഇൽമുൽ ബർഖി വസ്സുആ, അങ്ങനെ എണ്ണി എത്ര ഇൽമുൽ ലൗഹാം, ഇൽമുൽ ഖുർബാത്ത്, ഇൽമുൽ ഇസ്തിലാം, ഇൽമുൻ നദർ, ഇൽമുൽ റിയാദ, ഇൽമുൽ ഫനാ, ഇൽമുൽ മുശാഹദ, ഇൽമുൽ ഹറക, ഇൽമു ഇബ്ലീസ്. കണ്ടോ, അതൊക്കെ വലിയ ഇൽമാണ്. ഇൽമുൽ മുജാഹദ, ഇൽമുൽ ഹശ്രി വന്നശർ, ഇൽമു മവാസീനിൽ അഅമാൽ, ഇൽമു ജഹന്നം, ഇൽമു സുറാത്ത്, ഇൽമുൽ അസ്റാർ, ഇൽമുൽ കുനൂസ്, ഇൽമുൽ തൽവീൻ, ഇൽമുൽ മഖാം, ഇൽമുൽ ഖദർ, ഇൽമുൽ സുകൂത്ത്, ഇൽമുൽ ദുനിയ, ഇൽമുൽ ജന്ന, ഇൽമുൽ ഖുലൂദ്. ഇത് എണ്ണിയപ്പോൾ രാവിലെ വരെ എണ്ണേണ്ടി വരും. ഞാൻ ഈ അഹങ്കാരമൊക്കെ ഒന്ന് നിർത്താൻ ഈ കിതാബൊക്കെ ഒന്ന് നോക്കുക. യഥാർത്ഥത്തിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് എപ്പോഴാണ് മനസ്സിലായത്? മശായിഖന്മാരെ മുമ്പിലെത്തിയപ്പോൾ. അതിനെ നമ്മളിപ്പോൾ ഇതല്ലേ വിചാരിച്ച്. എന്തായാലും നമ്മളൊരു മൊയ്തീൻ ഷേഖ് ആവാനുള്ള ആളാണ്, ഇതല്ലേ ഇവർ പഠിപ്പിച്ചെന്ന്. വറസത്തുൽ അംബിയ അല്ലേ, അംബിയാക്കളുടെ വാരിസ്. അംബിയാക്കൾക്ക് അല്ല നേരിട്ട് ഇൽമു കൊടുത്തു. വാരിസാണ് ഇയാളെങ്കിൽ അല്ല നേരിട്ട് നിനക്ക് തന്ന ഒരു ഇൽമു പറ. ഏത് ഇൽമുള്ളത്? അതുകൊണ്ടല്ലേ നമ്മുടെ ഉലമാ അത് പഠിച്ചത്. ഇമാമുന ശാഫിഈ. എന്തിനധികം പറയണം? ഞാൻ പറഞ്ഞില്ലേ, എണ്ണി നോക്കി നിങ്ങൾ മറുപടി പറയും. ഇമാമുന ശാഫിഈ തങ്ങൾ ആരാ? ആ ശാഫിഈ ഇമാം യഹ്യയുടെ തുടക്കം മറിക്ക് ഇമാം മസാലി പറഞ്ഞിട്ടില്ലേ അത് റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ തങ്ങൾ പോയിരുന്ന സ്ഥലം ശൈബാനുർ റാഇ എന്ന മഹാന്റെ സമീപത്താ. ആരാ ശൈബാനുർ റാഇ? കാഴ്ചക്കാർക്ക് ആടിനെ നോക്കുന്ന ആളാ. ഒരു ദർസിലും പോയിട്ടില്ല, ഒരു കിതാബും ഓതിയിട്ടില്ല. ഉമ്മിയായ ശൈഖാണ്. അവരുടെ സമീപത്താ ഷാഫി ഇമാം പോയത്. ഷാഫി ഇമാമിനേക്കാൾ വലിയവനാണോ ഇവര്? 2 ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. പറഞ്ഞോളൂ, അഹ്മദ് ഇബ്നു ഹംബൽ വലിയ ഇമാമല്ലേ, ഇമാമു സുന്നയല്ലേ, ലക്ഷക്കണക്കിന് ഹദീസല്ലേ പഠിച്ചത്. പോയിരുന്ന സ്ഥലേതാ? മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. ഏത് ദർസിലാണോ പോയത്?
എവിടുന്നാ മദ്രസ പഠിച്ചത്? പക്ഷേ നിങ്ങളൊരു 10,000 കോടി കൊല്ലം ദർസിലും മദ്രസയിലും ഉരുണ്ടു മറിഞ്ഞു കൂടിയാലും നിങ്ങൾക്ക് കോടിക്കണക്കിന് കൊല്ലം കൊണ്ട് നടക്കാത്തത് ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹു അവരെ മനസ്സിലേക്ക് തുറന്നു കൊടുക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ട് അതിനെ മാറ്റി ഔസുല്ലാദമിനെ കേവലം ഒരു സിറാജുൽ ഹുദയിലെ മുദർരിസാക്കാനാണോ ഈ വ്യാജന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എങ്ങനെ മഅറൂഫുൽ ഖർഹി തങ്ങളെ ശൈഖാക്കി, എങ്ങനെ ബിശ്റുൽ ഹാഫി തങ്ങളെ ശൈഖാക്കി? മറുപടി പറഞ്ഞു കൊടുക്കുങ്ങള്. ഇത് നിങ്ങളൊരു 1000 ജന്മം ജനിച്ചാലും കിതാബ് വെച്ച് മറുപടി പറയാൻ പറ്റുന്ന ഒരാൺകുട്ടിയും നിങ്ങളെ മുഷാവറയിൽ പോലുമില്ല. ഞങ്ങളെ കഴിവല്ല, ഞങ്ങളുടെ മശായിഖുമാർ അവരെ മുന്നിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ അവരെ മദതിൽ അവര് തന്നതില്ലെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ നേരിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയാൻ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിക്കാത്ത കിതാബ് ഏതാ? വിജ്ഞാന ശാഖ ഏതാ? ആ ഇമാം ഗസാലി 400 കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ദർസ് അവിടെ നിർത്തിയിട്ട് ഷാമിലേക്ക് ചെന്ന് യൂസുഫുൻ നസ്സാജ് തങ്ങളെ സ്വീകരിച്ചില്ലേ? യൂസുഫുൻ നസ്സാജ് തങ്ങൾ ദർസിൽ പോയത് തെളിയിക്കാൻ AP വിഭാഗമുണ്ടെങ്കിൽ കടന്നു വരി, ഉമ്മിയായ ശൈഖാണവർ. ഇനി നിങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച ഇമാം, തഫ്സീറിന്റെ വിഷയത്തിൽ വാള്യങ്ങളുള്ള കിതാബ് തഫ്സീറുൽ കബീർ എഴുതിയ ഇമാം റാസി ആരെയാണോ ശൈഖാക്കി ഗുരുവായി, ആത്മീയ ഗുരുവായി കണ്ടത് ആരെയാണ്? ആ കാലഘട്ടത്തിലെ ഉമ്മിയായ ശൈഖ് ബഹുമാനപ്പെട്ട സയ്യിദുനാ നജ്മുദ്ദീനുൽ കുബ്ര. നിങ്ങൾ വിചാരിച്ച കിതാബ് ഓതിയാ മാത്രം അത് കിട്ടുള്ളൂ? കിതാബ് ഓതിയാ ഒന്നും കിട്ടാൻ പോണില്ല, കിതാബിലുള്ളതേ കിട്ടൂ. ഇത് അഹ്ലുള്ളയാണ്, മറ്റൊന്ന് അഹ്ലു കിതാബ്. അതാ വ്യത്യാസം. വൈലാമാരല്ലേ ഞങ്ങൾ ഒന്നിട്ടല്ലേ ഇത് പറയണത്? ഉള്ള പോലെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഞാൻ അനന്തരാവകാശിയാന്ന് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുള്ളൂ? അനന്തരാവകാശമായി നിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ എന്ത് പറയും? സുൽത്താനുൽ അംബിയ എന്ന് പറഞ്ഞാൽ എല്ലാ അംബിയാക്കന്മാർക്കും സുൽത്താനായി ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്നു. നിങ്ങൾ സുൽത്താനുൽ ഉലമാന്ന് പേരിട്ടിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവരെല്ലാം അംഗീകരിച്ചോ? ഏടുന്ന നിങ്ങൾക്ക് വിറാസത്ത് കിട്ടിയത്? വിറാസത്ത് കിട്ടുമ്പോ കണ്ടില്ലേ, ഖുർആനിലെ അതിന്റെ പേരിങ്ങനെ എടുത്തു നോക്ക്. മുത്തു റസൂലിന്റെ പേരിൽ സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, അല്ലെ മൂസ, പിന്നെ നൂഹ് നബിയുടെ പേരിൽ, ഹൂദ് നബിയുടെ പേരിൽ, ഇബ്രാഹിം നബിയുടെ പേരിൽ അലൈഹിമുസ്സലാം. ഔലിയാക്കളതാ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ, മറിയം ബീവി, വലിയത്ത്. എന്നാൽ നിങ്ങളാണ് അനന്തരക്കാരെങ്കിൽ ഒരു മൊയിലാരുടെ പേര് സൂറത്ത് കാണിച്ചേരി. ഞാനത് പണ്ട് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അത് അസ്ഹാബുൽ കഹ്ഫ് ഉണ്ട്, അത് മൊയിലേരെന്നാണ് വിചാരിച്ചത്. ഔലിയാക്കന്മാരാ, ഇവരെ കൊണ്ട് കുടുങ്ങി എല്ലാം പല തലയിലേക്കാണ്. ഇത് വളരെ ഗൗരവമാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഗസാലി ഇമാം പോയ ഹദറത്ത്, ഗസാലി ഇമാം ഓതിയ കിതാബിന്റെ ഒരു ശകലം പോലും ഓതിയിട്ടില്ല. എന്നാൽ ഗസാലി ഇമാം ഒരു കാലം മുഴുവൻ ഓതിയാലും അവരെ സമീപത്തേക്ക് എത്തുകയില്ല. അതൊക്കെ പോട്ടെ, നമ്മളേടുള്ള ഇടിയങ്ങരയിലെ ശംസുദ്ദീൻ അബുൽ വഫ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹിംസി തങ്ങൾ, മാമുക്കോയ ശൈഖ് അവറുകൾ, അവരെ മുരീദാണ് ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദ് തങ്ങൾ എത്ര വലിയ അറിവുള്ള ആളാ, അവരെ ജ്യേഷ്ഠൻ എത്ര വലിയ ആലിമാ. അവര് പോയിരുന്ന സ്ഥലേതാ? ഇടിയങ്ങര ശൈഖ് അവറുകൾ. ശൈഖുൻ ഉമ്മിയുൻ, പ്രത്യക്ഷത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമല്ല. നേരെ അല്ല കൊടുക്കുമ്പോ പിന്നെ ഔസുല്ലാദമൊക്കെ എന്താ ചെയ്തത്? ലാഹിറായ ഇൽമിനെ നിലനിർത്താനും അതിവിടെ ആവശ്യമാണ് സാധാരണക്കാർക്ക് എന്ന് തെളിയിക്കാനും ആ വഴി ഇവിടെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അവരെ അമല് ആ ഇൽമിലല്ല. അതാണ് തറക്ക തദ്രീസൽ ഇൽമിൽ ലാഹിർ കുല്ലഹു, മുഴുവനായി ഒഴിവാക്കി എന്ന് കൃത്യമായി പറഞ്ഞത്. ഇൽമ ഏടുന്ന വരാന്ന് വരെ നിങ്ങൾക്ക് പിടുത്തമില്ല. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്,
ഈ കാലഘട്ടത്തിലുള്ള മശായിഖുമാരെയാണല്ലോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, അറിവില്ലാത്തവരെന്ന് പറയുന്നത്. ഇവരെ മുശാവറയെ മുഴുവനും വിളിക്കുകയാണ്. സുലൈമാൻ മൗലവി ഇസ്തിസ്നായി അജിബങ്ങൾ പ്രശ്നമാക്കണ്ട. പിന്നെ ബാക്കിയുള്ള ആരൊക്കെണ്ട എല്ലാവരും കൂട്ടിക്കോ, പേരോട് മൗലവി എന്തായാലും കൂട്ടുക. തയ്യാറുണ്ടോ നിങ്ങൾ ഈ വിവരമില്ല എന്ന് നിങ്ങൾ പറയുന്ന, ഒരു കിതാബ് മോദിയിട്ടില്ല എന്ന് പറയുന്ന ആ മശായിഖുമാരിൽ പ്രധാനപ്പെട്ട മഹാരഥന്മാർ, അവരെ മുമ്പിലൊന്ന് ഇരുന്ന് അവരോടൊന്ന് ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ, ചർച്ച നടത്താൻ, സംവദിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? വിവരാണ്ട് അറിയും. ഒരായത്തങ്ങൾ ഓതിയാൽ 4 ആയത്ത് തിരിച്ചു കിട്ടും. ഉണ്ടെങ്കിൽ ഒരു പരസ്യമായിട്ടാണ്, നാടന്മാരൊക്കെ ഉണ്ടാകണം. എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തിൽ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ ആക്കാം. നിങ്ങളും വരി, നമ്മളും വരാം. വിവരമില്ല എന്ന് പറയുന്ന, നിങ്ങൾ സൂചിപ്പിച്ചു പറയുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും ഉന്നതരായ മഹാരഥന്മാർ അവരും വരും. അവരെന്തായാലും വരും. നിങ്ങളും വരി. ഇല്ലേ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ വരി, ഇല്ല നിങ്ങൾ പറഞ്ഞിടത്തേക്ക് ഞങ്ങൾ വരാം. അവരും വരും. ജനങ്ങൾ കേൾക്കട്ടെ, ലൈവ് ഉണ്ടായിക്കോട്ടെ. ഒരു പരസ്യമായ വാദപ്രതിവാദം, ചർച്ച. ഒരു വിവരമില്ലാത്ത ആളല്ലേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാലോ. നിങ്ങൾ വലിയ കാലി ഖുദാത്തും വലിയ സുജായിയായി മൊയ്തീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഇൽമു നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നടക്കല്ലേ. ആ വിചാരം ഉള്ളിലുണ്ടെങ്കിൽ വരി, വന്നിട്ടിരിക്കി, മുന്നിൽ സംസാരിച്ചു തുടങ്ങി. എന്താ നിങ്ങളെ അവസ്ഥ? എവിടെ എത്തും നിങ്ങൾ? ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞോളി, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളെ ഏത് പ്രവർത്തകർക്കും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരാം. അവരും വരും. ആ മുന്നിലിരുന്നാൽ മുട്ടുവറക്കൂലടോ നിങ്ങളെ.